ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു 40 രാവും 40 പകലും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതായി നാം കാണുന്നു. ആ ദിവസങ്ങളിൽ സാത്താൻ അവനെ പരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ഞാൻ ആയിരിക്കുന്നത് ജെറുസലേമിലുള്ള ജെരിഹോ പട്ടണത്തിലാണ്. ഇവിടെയാണ് യേശു കർത്താവ് 40 രാവും 40 പകലും ഉപവസിച്ച ടെംപ്റ്റേഷൻ മൗണ്ടൻ എന്നറിയപ്പെടുന്ന ഈ മൗണ്ടൻ കാണുന്നത്. 40 രാവും 40 പകലും ഈ പർവ്വതത്തിന്റെ മുകളിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരുന്ന കർത്താവായ യേശു ക്രിസ്തു, വിശുദ്ധ വചനം പറയുന്നു, ദൈവവചനത്താൽ പിശാചിന്റെ പരീക്ഷകളെ ജയിക്കുവാനിടയായി. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് സാത്താനോട് യേശു പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ പിശാചിന്റെ പരീക്ഷകളെ, അവൻ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന പ്രലോഭനങ്ങളെ, തിന്മകളെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്താൽ ജയിക്കുവാൻ, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ ചെയ്യട്ടെ. ജീവിതത്തിൽ എന്തെല്ലാം പരീക്ഷകൾ വരുമ്പോഴും ഏതെല്ലാം തിന്മകൾ വരുമ്പോഴും വചനത്തിലൂടെ സാത്താനെ, ശത്രുവിനെ, സാഹചര്യത്തെ ജയിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ തീർച്ചയായും യേശു കർത്താവ് ഈ പർവ്വതമുകളിൽ പിശാചിന്റെ പരീക്ഷകളെ ജയിച്ചതുപോലെ ഒരു ജയജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ ചെയ്യും. ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ ഞാൻ ആയിരിക്കുന്നത് ഗെത്സമന തോട്ടത്തിലാണ്. യേശു കർത്താവ് തന്റെ ക്രൂശീകരണത്തിന് മുൻപ് തന്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് പോലെ രക്തം പുറപ്പെട്ട് മാനവകുലത്തിന്റെ മുഴുവൻ ശാപവും പാപവും ഭാരവും പേറിക്കൊണ്ട്, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം, എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറണമെന്ന് യേശു പ്രാർത്ഥിച്ച സ്ഥലമാണിത്, ഗെത്സമന. പ്രിയ സഹോദരങ്ങളെ, പിതാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി നിന്ന പുത്രനായ ക്രിസ്തുവിനെ പിതാവായ ദൈവം 3-ാം നാൾ ഉയർപ്പിച്ചു. നമുക്കറിയാം, ഈ ഗെത്സമന തോട്ടത്തിൽ യേശു കർത്താവ് പ്രാർത്ഥന നിരതനായിരുന്ന സാഹചര്യത്തിൽ അവന്റെ ശിഷ്യന്മാർ ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി അവർ കിടന്നുറങ്ങി. എന്നാൽ യേശു കർത്താവ് ആ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. പടയാളികൾ അവനെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി. തന്റെ വേദനയുടെ, പ്രയാസത്തിന്റെ വിയർപ്പ് പോലെ രക്തം പുറത്തു വരുന്ന സാഹചര്യത്തിൽ യേശു തനിച്ചായിരുന്നു. എന്നാൽ ആ സമയത്ത് തന്നെ ബലപ്പെടുത്തേണ്ടതിന് ദൈവം ഒരു ദൂതനെ അയച്ചു എന്ന് നാം വിശുദ്ധ വചനത്തിൽ വായിക്കുന്നു. ആ ദൈവദൂതന്റെ പ്രത്യക്ഷത ഉണ്ടായ യേശു കർത്താവ് പ്രാർത്ഥിച്ച ആ ഗെത്സമന തോട്ടത്തിൽ ഇപ്പോൾ ഞാൻ ആയിരിക്കുന്നു. ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും, എല്ലാ ഭാരങ്ങളുടെയും നടുവിൽ പ്രാർത്ഥനയാൽ മുന്നേറുക. യേശു കർത്താവ് ആ വേദനയെ, ആ പ്രതികൂലത്തെ, ആ ഭാരത്തെ നേരിട്ടത് പിറുപിറുത്തുകൊണ്ടല്ല, മുഖം വാടിക്കൊണ്ടല്ല, പ്രാർത്ഥനയോടെയാണ്. പിതാവേ, എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. തീർച്ചയായും ദൈവത്തിന്റെ ആ പെർഫെക്റ്റ് വിൽ നമ്മിൽ നടക്കട്ടെ. ദൈവത്തിന്റെ ഹിതം മാത്രം നമ്മിൽ സംഭവിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം. ആമേൻ. ഇപ്പോൾ ഞാനായിരിക്കുന്നത് ജെറുസലേം ദേവാലയത്തിനകത്താണ്. ഇത് ദ വാൾ ഓഫ് ജെറുസലേം, ജെറുസലേമിന്റെ മതിലിന്റെ ഒരു ഭാഗമാണ്. നെഹമ്യാവിന്റെ കാലഘട്ടത്തിൽ ഈ മതിൽ ശത്രു പൊളിച്ചു കളഞ്ഞപ്പോൾ അത് വീണ്ടും റീബിൽഡ് ചെയ്ത് നമുക്ക് വചനത്തിൽ കാണാൻ കഴിയുന്നു. ഇവിടെ ആൾക്കാർ, റബ്ബിമാർ ഇവിടെ പ്രാർത്ഥനയിലാണ്. അവർ ആ മതിലിൽ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. വിശ്വാസം യേശു കർത്താവിനെ പ്രതിഷ്ഠിക്കുവാൻ കൊണ്ടുവന്നത് ജെറുസലേം ദേവാലയത്തിലാണ്. യേശു കർത്താവ് പ്രസംഗിച്ചത് ജെറുസലേം ദേവാലയത്തിലാണ്. യേശു കർത്താവ് പ്രാവുകളെയും പൊന്നാണയങ്ങളെയും ഒക്കെ വിൽക്കുന്ന ആൾക്കാരെ അടിച്ചു പുറത്താക്കിയത് ജെറുസലേം ദേവാലയത്തിലാണ്. നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ ആലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കരുതെന്ന് യേശു കർത്താവ് പറയുവാനിടയായി. വെരി ഹിസ്റ്റോറിക്കൽ പ്ലേസ്. വിശുദ്ധ വചനത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഞാനായിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ അനേക റബിമാർ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാനായിട്ട് കഴിയും. ഇറ്റ്സ് എ പ്രെയർ വാൾ. ഈ മതിലിൽ അവർ പ്രാർത്ഥനയിലാണ്. അതിലേക്ക് നോക്കി. എനിവേ, മേ ഗോഡ് ബ്ലെസ് യു. റൈറ്റ് നൗ ഐ എം പ്രേയിങ് ഫോർ യു ഹിയർ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സമയത്ത് ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അവിടുത്തെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ നിന്റെ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഈ ജനത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ സാന്നിധ്യം, നിന്റെ കൃപ നിന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.
കർത്താവെ, ഇതിന് തൊട്ടടുത്തുള്ള സ്ഥലത്ത് പത്രോസും യോഹന്നാനും കടന്നു വന്നപ്പോൾ അമ്മയുടെ ഉദരം മുതൽ മുടന്തനായ മനുഷ്യനെ അവർ എഴുന്നേൽപ്പിച്ച് നടത്തുവാനിടയായി. അനേകം അത്ഭുതങ്ങൾക്ക്, വിടുതലുകൾക്ക് സാക്ഷ്യം വഹിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ പാദസ്പർശമേറ്റ, അപ്പോസ്തലന്മാരുടെ പാദസ്പർശമേറ്റ ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ഒരു ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ അനുഗ്രഹങ്ങൾ, വിടുതലുകൾ ഇവരുടെ മേൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൽഷദായ് മിനിസ്ട്രിയിലെ, ജീസസ് ഈസയിലെ ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലെ ലോകമെമ്പാടുമുള്ള എല്ലാ ദൈവമക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഞാനിപ്പോൾ ഒലിവുമലയിൽ ആയിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത സ്ഥലമാണ് ഈ കാണുന്നത്. ഇവിടെ വെച്ചാണ് ശിഷ്യന്മാരോട് യേശു കർത്താവ് പറഞ്ഞത്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികൾ ആകുമെന്ന്. നിങ്ങൾ ഉയരത്തിലെ ശക്തി പ്രാപിക്കുവോളം നഗരത്തിൽ തന്നെ പാർക്കുവിനെന്ന് കർത്താവ് അരുളി ചെയ്ത യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത മൗണ്ട് ഓഫ് ഒലിവ്സ്, ഒലിവുമലയിൽ ഇപ്പോൾ ഞാനായിരിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മടങ്ങി വരുന്നതും അവന്റെ പാദസ്പർശം ഏൽക്കുവാൻ പോകുന്നതും. പ്രിയപ്പെട്ടവരെ, ഒരു വലിയ ദൗത്യമാണ് ശിഷ്യന്മാരുടെ മേൽ യേശു കർത്താവ് കൊടുത്തത്. പരിശുദ്ധാത്മാവിനാൽ അവർ നിറയപ്പെട്ട് ലോകത്തിന്റെ അറ്റത്തോളം ഇന്ന് യേശു കർത്താവിന്റെ സുവിശേഷവും സ്നേഹവും അറിയപ്പെടുവാൻ ഇടയായതിന്റെ വലിയ ആഹ്വാനം യേശു കൊടുത്ത സ്ഥലം ഇവിടെയാണ്. ഇവിടെ നിന്നും ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഐ ബ്ലെസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം. ആമേൻ. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം കാണുന്നു, ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു. ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെ, സ്ത്രീകളെ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരൂശലേമിലേക്ക് കൊണ്ടുവരത്തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന നസ്രയനായ യേശു ആകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് ഞാൻ നിന്നോട് പറയുമെന്ന് പറഞ്ഞു. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഇപ്പോൾ ഞാൻ ആയിരിക്കുന്നത് ദമസ്കോസിൻ പടിവാതിക്കലാണ്. ഇവിടെ വെച്ചാണ് അപ്പോസ്തലനായ പൗലോസിന്, എന്ന് പറഞ്ഞാൽ ശൗലിന്, സൂര്യനേക്കാൾ മിന്നുന്ന വെളിച്ചം ആകാശത്ത് നിന്ന് ഉണ്ടാകുകയും വാഹനമൃഗത്തിന്റെ മുകളിൽ നിന്ന് ശൗൽ നിലത്തു വീഴുകയും പിന്നത്തേതിൽ അപ്പോസ്തലന്മാരിൽ ശ്രേഷ്ഠനായ അപ്പോസ്തലനായ പൗലോസായി പരിശുദ്ധാത്മാവ് തന്നെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്തത്. ഇപ്പോൾ ഞാൻ ദമസ്കോസിൻ പടിവാതിക്കൽ ആയിരിക്കുന്നു. എന്നെ കേൾക്കുന്നവരെ, ദൈവസഭയ്ക്ക് വിരോധമായി, ദൈവത്തിന്റെ അഭിഷിക്തന്മാർക്ക് വിരോധമായി പ്രവർത്തിച്ച, നടന്ന ശൗലിനെ ദൈവം പൗലോസാക്കി രൂപാന്തരപ്പെടുത്തിയ സ്ഥലം ഇവിടെയാണ്. ദൈവത്തിന്റെ പ്രത്യക്ഷത, ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത പൗലോസിന് ഉണ്ടായ സ്ഥലം ഇവിടെയാണ്. ഇന്നെന്നെ കാണുന്ന പ്രിയ സഹോദരങ്ങളോട് പറയുന്നു, ഒരു പക്ഷേ നിങ്ങളിൽ ചിലർ ഈ കർത്താവിലുള്ള വിശ്വാസത്തിൽ നിന്ന് മാറി നിൽക്കുകയോ അല്ലെങ്കിൽ ചില വ്യക്തികൾ വിശ്വാസത്തിൽ വരാൻ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നവരുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭവനത്തിൽ ആരെങ്കിലും, നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും യേശുവിലേക്ക്, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് വരുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്ത് നിന്ന് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ശൗലിനെ ദൈവം പൗലോസാക്കി ഇവിടെ രൂപാന്തരപ്പെടുത്തി. ദൈവസഭയ്ക്കെതിരെ ഒരു ലെറ്ററുമായി പുറപ്പെട്ട ശൗലിനെ കൊണ്ട്, പൗലോസിനെ കൊണ്ട് ദൈവസഭയ്ക്ക് വേണ്ടി ഈടുറ്റ കരുത്തുള്ള 14 ലെറ്ററുകൾ, 14 ലേഖനങ്ങൾ പരിശുദ്ധാത്മാവിനാൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, സ്വർഗത്തിലെ ദൈവം പൗലോസിനെ കൊണ്ട് എഴുതിക്കുവാനിടയായി. ഈ ദമസ്കോസിൻ പടിവാതിക്കൽ വെച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത്, ആരെങ്കിലും സ്തോത്രം, നിങ്ങളുടെ ഭവനത്തിലോ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ ചുറ്റുപാടുകളിലോ വിശ്വാസത്തിൽ വരുവാൻ, യേശുവിലുള്ള സ്നേഹത്തിലേക്ക് വരുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഈ സമയം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രിയ പിതാവേ, ഈ സമയത്ത് സൂര്യനേക്കാൾ മിന്നുന്ന ഒരു വെളിച്ചം
അപ്പോസ്തലനായ പൗലോസ് കണ്ട് അവന്റെ വാഹന മൃഗത്തിന്റെ മുകളിൽ അവൻ താഴെ വീണ് സ്തോത്രം, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് ദൈവം ഇടപെട്ട യേശു കർത്താവ് സംസാരിച്ച ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് നിന്റെ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ആരെങ്കിലും ഇവരുടെ ഭവനത്തിൽ വിശ്വാസത്തിലേക്ക്, ദൈവകൃപയിലേക്ക് വരുവാൻ ഇവർ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ എന്നോട് ചേർന്ന് ഈ നിമിഷം അവർ പ്രാർത്ഥിക്കുമ്പോൾ ശൗലിനെ പൗലോസാക്കി മാറ്റിയ, അപ്പോസ്തലന്മാർക്കെതിരെ പ്രവർത്തിച്ചവനെ അപ്പോസ്തലന്മാരിൽ ശ്രേഷ്ഠനാക്കി മാറ്റിയ അതേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കരം, യേശുവിന്റെ സാന്നിധ്യം അവരെ സ്പർശിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിന് നന്ദി. നിന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു. അത് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗ്ലോറി ടു ഗോഡ്. പ്രിയ ദൈവത്തിന്റെ മക്കളെ, സഹോദരങ്ങളെ, ഇപ്പോൾ ഞാൻ ആയിരിക്കുന്നത് ഗലീല കടലിന്റെ അരികിലാണ്. തിബരിയാസ് കടൽക്കര. വിശുദ്ധ ബൈബിളിൽ നാം കാണുന്നു, സന്ധ്യയാകുമ്പോൾ യേശു കർത്താവ് അനേക രോഗികളെ ഈ കടൽക്കരയിൽ വെച്ച് സൗഖ്യമാക്കിയത് വിശുദ്ധ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. കുരുടന്മാരെ, ചികടന്മാരെ, ഊമന്മാരെ ഒക്കെ സന്ധ്യയാകുമ്പോൾ ഇവിടെ കൊണ്ടുവരികയും യേശു അവരെ സൗഖ്യമാക്കുകയും ചെയ്തു. ഈ കടൽക്കരയിലാണ് ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു മത്സ്യത്തെ പോലും ലഭിക്കാതെ നിന്ന പത്രോസിന്റെ അടുക്കൽ യേശു കർത്താവ് വന്നിട്ട്, നിന്റെ പടക് കരയിൽ നിന്നും അല്പം നീക്കുവാൻ ആവശ്യപ്പെട്ടു. നിന്റെ വല ആഴത്തിലേക്ക് വീശുവാൻ യേശു പത്രോസിനോട് പറഞ്ഞു. ആ സമയത്ത് ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും ലഭിക്കാതിരുന്ന പത്രോസിന് പെരുത്ത മീൻകൂട്ടത്തെ ലഭിച്ചു. ഇവിടെ വെച്ചാണ് കർത്താവ് യേശു ക്രിസ്തു പത്രോസിനോട്, ഇന്നു മുതൽ നീ മനുഷ്യനെ പിടിക്കുന്നവനാക്കും എന്ന് പറഞ്ഞത്. പത്രോസിനെ കർത്താവ് യേശു ക്രിസ്തു വിളിച്ച തിബരിയാസ് കടൽക്കരയിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. ഈ കടലിന്റെ മുകളിലൂടെയാണ് യേശു കർത്താവ് നടന്നത്. പത്രോസ് ചില ചുവടുകൾ വെച്ചത്. കാറ്റും കടലും പ്രതിസന്ധിയിലായപ്പോൾ, വലിയ തിരകൾ അടിച്ചപ്പോൾ, കാറ്റ് പ്രതികൂലമായപ്പോൾ, തണ്ടു വലിച്ച് ശിഷ്യന്മാർ വലഞ്ഞപ്പോൾ, അവർ പ്രാണഭയത്തിലായപ്പോൾ യേശു കർത്താവ് ഈ കടലിന്റെ മുകളിലൂടെ നടന്നു ചെന്ന് അവരെ വിടുവിക്കുകയും കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുകയും ചെയ്തു. അങ്ങനെ ചരിത്രപരമായി, വിശുദ്ധ ബൈബിൾ സംബന്ധമായി അനവധി കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈ തിബരിയാസ് കടൽക്കരയിൽ നിന്നുകൊണ്ട്, ഈ ഗലീല കടൽക്കരയിൽ നിന്നുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഒഴിഞ്ഞ ശൂന്യമായ പത്രോസിന്റെ പടകിനെയും വലയും കർത്താവ് ഇവിടെ വെച്ച് നിറച്ചുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും സമൃദ്ധി കൊണ്ട് നിറയ്ക്കുവാൻ യേശു കർത്താവിന് കഴിയും. പ്രതിസന്ധിയുടെ നടുവിൽ ശിഷ്യന്മാരുടെ അടുക്കൽ കർത്താവ് നടന്നു ചെന്ന്, ഈ കടലിന്റെ മുകളിലൂടെ നടന്നു ചെന്ന് ശിഷ്യന്മാർക്ക് വിടുതൽ കൊടുത്തെങ്കിൽ നിങ്ങളുടെ പ്രതികൂലത്തിന്റെ നടുവിൽ നിങ്ങളെ വിടുവിക്കുവാൻ യേശുവിന് കഴിയും. തീർച്ചയായിട്ടും പ്രിയ സഹോദരങ്ങളെ, ഈ തിബരിയാസ് കടൽക്കരയിൽ നിന്നുകൊണ്ട് പിതാവിന്റെ, പുത്രന്റെ, പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഐ ബ്ലെസ് യു ഇൻ ജീസസ് നെയിം.